ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് നമുക്ക് ഏറെ സുപരിചിതയായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് കണ്ടിട്ടുള്ള ട്രാൻസ് വുമൺ ആയിട്ടുള്ള സീമ വിനീതിനെ പറ്റി പറയാനായിട്ടാണ്. സ്വന്തം പ്രയത്നം കൊണ്ട് ഒരുപാട് കഷ്ടതകളിലൂടെ തന്നെ മുന്നിലേക്ക് എത്തിയ ഒരു വ്യക്തി തന്നെയാണ് സീമ വിനീത്. എന്നാൽ ഇപ്പോൾ അവർ എത്തിയിട്ടുള്ളത് ഒരു വലിയ രീതിയിലുള്ളൊരു വിവാദം ഉണ്ടാക്കിയ ഒരു പരാമർശത്തോടു കൂടി തന്നെയാണ് സീമ വിനീത് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഏതൊരാൾക്കും അവരവരുടേതായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടാവും അല്ലെ, അത് പറയാനായിട്ടുമുള്ള അവകാശമുണ്ട്. അങ്ങനെ പങ്കുവെച്ച ഒരു പോസ്റ്റിനെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ സീമ വിനീതിന്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നതെന്നാണ് അവർ പറയുന്നത്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. കുട്ടികളെ വിവാഹം കഴിച്ചതിന് ശേഷം ഞാൻ ട്രാൻസ് ആണ് എന്ന് പറഞ്ഞു വന്നിട്ടുള്ള വ്യക്തികളെ എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഉള്ള കാര്യം തന്നെയാണ്. ഞാൻ ആ പോസ്റ്റ് റിമൂവ് ചെയ്തിട്ടില്ല. ആ സ്റ്റാൻഡിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ വിവാഹം കഴിച്ച വ്യക്തികള്, കുട്ടികളുള്ള വ്യക്തികളെ എനിക്ക് ഒരിക്കലും ട്രാൻസ് ആയിട്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടുണ്ട്. അതിനോട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഇപ്പൊ ലൈവിൽ വന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വോയിസുകൾ കേൾക്കാനായിട്ട് ഇടയായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വോയിസുകളാണ്. ട്രാൻസ് കമ്മ്യൂണിറ്റിയിലേക്ക് എത്തുന്ന പുതിയ പുതിയ ആൾക്കാരെ സ്വന്തം ലൈഫില് പലതവണ വിവാഹം കഴിച്ച് അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടായിട്ടും പിന്നീട് ട്രാൻസ് ആണെന്ന് പറഞ്ഞു വരുന്ന വ്യക്തികളെ എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് സീമ വിനീത് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഞാനിട്ട പോസ്റ്റും ഡിലീറ്റ് ചെയ്തിട്ടില്ല, അതിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. അതിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം പറയാൻ തന്നെയാണ് ഞാൻ ഇപ്പോൾ ലൈവിൽ എത്തിയിട്ടുള്ളത് എന്നാണ് അവർ പറയുന്നത്. എന്നെ പിടിച്ചിറക്കിയിട്ട് അവിടെ ഇവർക്ക് പാഠം പഠിപ്പിക്കണം. പിന്നെ ഞാൻ ഉദ്ഘാടനത്തിന് പോകുന്ന സ്ഥലത്ത് ഇവര് ഓട്ടോയിൽ വന്നിട്ട് അവിടെ മൈക്ക് കെട്ടി വെച്ച് അവിടെ വിളിച്ചു പറയണം. പിന്നെ എന്റെ വീട്ടിലേക്ക് വന്നിട്ട് എന്നെ തല്ലണം, എന്റെ വീട് ആക്രമിക്കണം, എന്റെ കല്യാണ സ്ഥലത്തേക്ക് വന്നിട്ട് കല്യാണം മുടക്കണം. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു പബ്ലിക് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു പച്ച ആളുകൾ ചേർന്ന് എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതെന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. വ്യക്തിപരമായിട്ടുള്ള കാര്യം പറയുന്നത് അതിന് മറുപടി കൊണ്ട് വേണം നേരിടാൻ വേണ്ടിയിട്ട്. അവരത് മറുപടി അറിയാൻ ബാധ്യസ്ഥരാണ് അങ്ങനെയുള്ള ആൾക്കാര്. പക്ഷേ ഇങ്ങനെ ഗ്രൂപ്പിൽ ഞാനില്ലാത്ത ഒരു പ്രൈവറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിലിങ്ങനെ ആളുകളെ ചേർത്തിട്ട് ആഹ്വാനം ചെയ്യാണ്. ഒരു 10-15 വർഷമായിട്ട് നന്നായിട്ട് ജോലിയെടുത്താണ് ജീവിക്കുന്നത്. ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ഗുണ്ടായിസം വെച്ച് നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവര് എന്ത് ചെയ്യാൻ പഠിക്കാത്ത ആൾക്കാരാണ് ഇവര്. കാരണം ഒരുപാട് ആൾക്കാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഭാവിയിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന വ്യക്തികളെ ഒരു കാരണവശാലും വെറുതെ വിടരുത്. അവർക്കെതിരെ നിയമ നടപടി ഉണ്ടാവണം. ഈ ഒരു പോസ്റ്റ് വലിയൊരു വിഷയത്തിലേക്കാണ് വഴിതിരിച്ചിട്ടുള്ളത്. അതിൽ തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം കല്യാണം കഴിഞ്ഞ് കുട്ടികളായതിനു ശേഷം ട്രാൻസ് ആണ് എന്ന് പറഞ്ഞു വരുമ്പോൾ അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ എത്രത്തോളം ബാധിക്കുന്നുണ്ട് അല്ലെ. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് കൂടി കുറച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും സീമ വിനീത് പറഞ്ഞ ഒരു കാര്യത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകയാണ് ഈ ഒരു പോസ്റ്റ് കൊണ്ട് തന്നെ. തന്റെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ തന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ സീമ വിനീതിനുള്ളത്. ജോലിക്ക് പോകുന്നിടത്തോ അല്ലെങ്കിൽ വീട്ടിലോ ഒക്കെ കയറി ആക്രമിക്കണം എന്നുള്ള രീതിയിലുള്ള കമന്റുകളും കാര്യങ്ങളുമാണ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിനകത്ത് ചർച്ച ചെയ്യുന്നത്. ഇതെല്ലാം സീമ വിനീത് അറിയുകയും വാട്സപ്പ് ചാറ്റുകൾ അറിഞ്ഞതിന് ശേഷം സീമ വിനീത് വളരെയധികം ബുദ്ധിമുട്ടുകളിലാണ്. നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം. ഈ ഒരു വോയിസ് ക്ലിപ്പുകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ സീമ വിനീത് എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്ന് നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ അറിയാം. തനിക്ക് എന്തെങ്കിലും ഇനി സംഭവിച്ചാൽ ഇവരാണ് ഉത്തരവാദികൾ, അവർക്കെതിരെ നിയമ നടപടി ഉണ്ടാവണം എന്നുള്ള രീതിയിൽ തന്നെയാണ് സീമ വിനീത് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലുള്ള പല പ്രശ്നങ്ങളും മുൻപും ഉണ്ടായിട്ടുണ്ട്. അത് അപ്പോഴൊന്നും ഇതേപോലെ നമ്മൾ ആരും പുറത്ത് പറഞ്ഞിട്ടില്ല, ഒതുക്കി തീർക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ള ആ ഒരു വാക്കുകൾ കൂടി സീമ വിനീത് ഈ ഒരു ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പൊതുസമൂഹത്തിൽ നിന്നും പലതും കേൾക്കേണ്ടി വന്നൊരു കമ്മ്യൂണിറ്റി തന്നെയാണ് അവരെ ജീവിക്കാൻ അനുവദിക്കാത്തത് മറ്റുള്ളവരായിരുന്നു. എന്നാൽ ഇപ്പോൾ സ്വന്തം കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ ഇങ്ങനെയെല്ലാം കേൾക്കുമ്പോൾ അവർക്ക് എത്രത്തോളം വിഷമമുണ്ട്, ഇനി അവരെവിടെ ചെല്ലണം എന്നുള്ളൊരു ചോദ്യചിഹ്നം തന്നെയാണ് അവിടെ ഉന്നയിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ളത്. പലർക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായി അതൊരു മരണത്തിലേക്കും അല്ലെങ്കിൽ വളരെയധികം പ്രശ്നങ്ങളിലേക്കും വഴി തിരിച്ചു വിട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് സീമ വിനീത് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു വിഷയത്തിൽ സീമ വിനീതിന് സപ്പോർട്ടായി നമ്മൾ തന്നെ ഉണ്ടാവണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ആയിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.